ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ ഓൾഡ് മോഡൽ വണ്ടിയാണ്. നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും പ്രകാരം നമ്മൾ അതിൻ്റെ ഓയിൽ സീൽ മാറ്റാൻ വേണ്ടി അയച്ചതാണ്. ആ ഗിയർ ഇങ്ങനെ ഇതേപോലെ ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അഴിക്കേണ്ട സമയത്തുണ്ടല്ലോ, നമുക്ക് അതിൻ്റെ ഈ രണ്ട് ശരിക്കും ഈ ഓയിൽ സീലാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് ഈ ബെയറിംഗ് കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഈ ഗ്യാസ്കറ്റ്, ഈ ബ്രീത്തർ പൈപ്പ്, ഇത്രയായിട്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യണം. സാധാരണ ഇതിൽ ചെയ്യേണ്ടി വന്നതാണ്. പിന്നെ ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ ബെയറിങ്ങിന് ഒരു ചെറിയ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇത് ക്ലച്ചിലേക്ക് വരുന്ന ഷാഫ്റ്റാണ്. ആ ഷാഫ്റ്റിൻ്റെ ബെയറിങ് ഒരല്പം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം പിന്നീട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വീണ്ടും അത് പിന്നീട് കംപ്ലൈൻ്റ് ആയിട്ട് അഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് അഴിക്കേണ്ടി വരും. അപ്പം മൈന്യൂട്ടായിട്ടൊരു പ്ലേ ഉള്ളൂ, പക്ഷേ എങ്കിൽ പോലും നമ്മൾ അതും കൂടി മാറ്റി അടിക്കുന്നുണ്ട്. അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് ഈ 2 ബെയറിങ്ങാണ് നമ്മൾ മാറ്റണം. ബാക്കിയത്തെ ശരിക്കും 6 ബെയറിങ് വരും. അതിനകത്ത് ഈ 2 ബെയറിങ് മാത്രം മാറ്റിയിട്ടാൽ മതി. അതിന് മാത്രമാണ് നമുക്കൊരു ചെറിയ പ്ലേ തോന്നുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ ഗ്യാസ്കറ്റ്, ബ്രീത്തർ പൈപ്പ്, ഗിയർ ഓയിൽ ഇതെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ കൂട്ടത്തിൽ സെറ്റ് ചെയ്ത് പോകണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അയച്ചപ്പോൾ. ഇതാണ് അവസ്ഥ, ഫുള്ള് പൊട്ടിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു പോയി വഴിയിൽ ശരിക്കും ഓട്ടത്തിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ വഴി വിട്ടു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒന്നും പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതൊക്കെ നല്ല എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എപ്പോഴും മാറ്റിയേക്കണമാണ്. വലിയ പഴക്കമായിട്ടില്ല, അത് പഴക്കമുണ്ട്, പക്ഷേ എന്നാൽ പോലും ശരിക്കും അതിനിടയിൽ എപ്പോഴും പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഈ പറഞ്ഞ കേസുകളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ബാറ്ററി പറഞ്ഞ പോലെ നമ്മൾ ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്, ചാർജ് ആവണുള്ളൂ. പിന്നെ കാർബേറ്ററിൻ്റെ ഭാഗമൊന്നും നമുക്ക് അഴിക്കേണ്ടി വന്നിട്ടില്ല ചേട്ടാ. കാർബേറ്ററൊന്നും നമ്മൾ അഴിക്കണില്ല. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചായിരുന്നു, നമുക്ക് വണ്ടി ഉപയോഗിക്കാണ്ട് ഇരുന്നിട്ട് വന്ന മിസ്റ്റേക്ക് കൊണ്ട് വന്നിരുന്ന കേസാണ്. നമ്മൾ ബാറ്ററി വെച്ച് അടിച്ചപ്പോൾ ഓക്കെ ആയിരുന്നു. വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ വേറെ പ്രോബ്ലമില്ല. കാർബേറ്റർ പിന്നെ അഴിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പഴക്കമുണ്ട് വണ്ടി കാർബേറ്റർ. എന്നാൽ അഴിക്കൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് അനാവശ്യമായിട്ട് ആവശ്യമുള്ള സമയത്ത് അഴിക്കുമ്പോൾ പ്രശ്നമില്ല. ഇപ്പം നമുക്ക് വേറെ പ്രോബ്ലം മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം അഴിക്കാത്തതിൻ്റെ കേസ്. കാരണം അത് അഴിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേയൊക്കെ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമുക്ക് ഒരു രക്ഷയില്ലെങ്കിൽ അഴിക്കണം, വേറെ മാർഗ്ഗമില്ല. അപ്പോൾ നമുക്ക് അഴിച്ചു നോക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിന് വല്ല പ്രശ്നമില്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ല. ബാക്കിയത്തെ വർക്കുകളാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയാലേ എന്തായാലും വർക്ക് വൈകുന്നേരത്തേക്ക് ആവുള്ളൂ, കംപ്ലീറ്റ് ചെയ്ത് തരാം.